ഞാൻ 2007 തിരുവനന്തപുരത്ത് ചുമതലയേൽക്കുമ്പോൾ 2 ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ കാട്ടാക്കട ഭാഗത്ത് ഒരു മിഷനിലാണ് എനിക്ക് വിശുദ്ധ കുർബാന ഞാൻ ക്രമീകരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം അവിടെ പട്ടത്ത് ബിഷപ്സ് ഹൗസിൽ ആ ഇടവകയിലെ ഒരു ഉപദേശി വന്നു. ഉപദേശിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച ഞായറാഴ്ച നാളെ അവിടെ ഒരു പള്ളിയിലാണ് ഞാൻ കുർബാനയ്ക്ക് വരുന്നത്. അപ്പോൾ ഉപദേശി പറഞ്ഞു, ഞാൻ ആ ഇടവക്കാരനാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, തിരുമേനി, ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ആള് വരുന്നത് തിരുമേനിയുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം എനിക്ക് മനസ്സിലായില്ല. അച്ഛന്മാരപ്പം പറഞ്ഞു, ഉദ്ദേശിച്ചതാണ്, എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തേക്ക് ഒരു സാഹചര്യത്തിൽ വിവാഹത്തിന് പോകേണ്ടി വരികയോ ഒരു മരണം വരികയോ ചെയ്താൽ ആ പ്രദേശം ഒന്നായി അങ്ങോട്ടേക്ക് അങ്ങ് പോവും. ഞാനിങ്ങോട്ട് മൈക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരുടെയും നോട്ടവും ശ്രദ്ധയും മനസ്സിൽ പറഞ്ഞതും എനിക്ക് മനസ്സിലായി, ഇനിയെല്ലാം തിരുമേനിയുടെ കയ്യിലാണ്. നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടും കരുതലോടും ക്ഷമയോടും കൂടി ഇത്രയും സമയം ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം. അഭിനന്ദ ജോസഫ് മാർ തോമസ് തിരുമേനി സാമ്പത്തിക വിദഗ്ധൻ മാത്രമല്ല, ആസൂത്രണ വിദഗ്ധൻ കൂടിയാണ്. ബത്തേരിയിൽ വരുമ്പോൾ എൻ്റെ പ്രസംഗം ഏറ്റവും ഒടുവിലാണ് വയ്ക്കുന്നത്. അതിൻ്റെ കാരണം എന്നോട് മനസ്സലിവുള്ള കുറച്ച് പേരിവിടെ ഉണ്ടെന്ന് തിരുമേനിക്കറിയാം. അവരെങ്കിലും അവശേഷിക്കും, അവസാനം വരെ ഇരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാം, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഇവിടെ MLA ഉൾപ്പെടെയുള്ള ജനനായകർ, നിങ്ങൾ ഇത്രയും സമയം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വലിയ സ്നേഹവും കരുതലുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഒരുപക്ഷെ ആദ്യമായി എന്നെ കാണുന്ന ചില സിസ്റ്റേഴ്സ് ഉണ്ടാവും. അവർ തെറ്റിദ്ധരിച്ചു പോകരുത്, ഏതോ അതിമാനുഷ്യനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചതെന്ന്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണക്കാരനായി ജീവിച്ച് ആ സാധാരണത്വം വിട്ടുപോകാതിരിക്കാൻ പാടുപെടുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ സഹപാഠികൾ ഇവിടെ പ്രിയപ്പെട്ട കണ്ണംകുളം അച്ഛൻ, പ്രിയപ്പെട്ട കണ്ടത്തിലച്ഛൻ, അഭിനന്ദ മക്കാരിയോസ് പിതാവിന് നാണംകേടില്ലല്ലോ, ഇല്ല, സഹപാഠിയാന്ന് പറയുന്നതിന്. ഞങ്ങളെല്ലാം ഒരുമിച്ച് മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലും ഒക്കെ പഠിച്ചവരാണ്. ഈ രൂപതയിൽ ഈ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ആദ്യത്തെ വാർഷികത്തിൽ അന്ന് ഡെസ്ക് പിടിച്ചിടാൻ നിയോഗം ലഭിച്ച കുറേ സെമിനാരിക്കാരിൽ ഒരാളാണ് ഞാൻ. ഈ പ്രദേശം മുഴുവൻ നമുക്ക് യൂക്കാലിത്തോട്ടമാണ്. 127 പണിക്കാർ വരെ ജോലി ചെയ്തിട്ടുള്ള ദിവസമുണ്ട്. ചാമക്കാല റമ്പാച്ചൻ സമ്മാനിച്ച 2 പഴയ ഷൂസും അദ്ദേഹത്തിൻ്റെ ഒരു കുടയും എല്ലാം ഉപയോഗിച്ച് ഈ പണിക്കാരുടെ കൂടെ ഈ തോട്ടത്തിലൊക്കെ നടന്ന് എൻ്റെ റീജൻസിയുടെ സമയം ചെലവഴിച്ചതൊക്കെ ഞാൻ ഓർക്കും. സാധാരണ മനുഷ്യരെ ഈ കുടുംബങ്ങളിൽ കണ്ടാണ് ഞാൻ പുരോഹിതനാകുവാനുള്ള എൻ്റെ ആഗ്രഹം ദൃഢമാക്കിയത്. സാധാരണ കുടുംബങ്ങൾ. കത്തീഡ്രൽ ദേവാലയത്തിലെ കുർബാനയിൽ സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനി അന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ശ്ലീബ മുത്തിക്കുമ്പോൾ
എല്ലാവരെയും ഇങ്ങനെ കൈമുത്തിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരു കൊച്ചു പയ്യൻ, ഒരു ബാലൻ പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എല്ലാവരും നേർച്ചയിട്ടിട്ടാണല്ലോ സ്ലീബ മുത്തുന്നത്. ഈ പയ്യൻ പറഞ്ഞു, കയ്യിൽ പൈസ ഒന്നുമില്ല. പിതാവിനോട് പറഞ്ഞു, കൈ പൈസ ഒന്നുമില്ല. പിതാവ് ഒരു സ്റ്റെപ്പ് കൂടി താഴെ ഇറങ്ങി അവനെ ആലിംഗനം ചെയ്ത് സ്ലീബ ചുംബിച്ച് വിട്ടത് ഞാൻ ഓർക്കുന്നു. സാധാരണ മനുഷ്യരെ കണ്ടു വളരാൻ ദൈവം അസാധാരണമായ വഴികൾ ഒരുക്കിയ ഒരു സാധാരണക്കാരൻ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ശുശ്രൂഷയിൽ എന്നോടൊപ്പം എന്നും ഉണ്ടാകണം. ഈ അഭ്യന്തരായ പിതാക്കന്മാരുടെയൊക്കെ ഈ യോഗത്തിലെ സാന്നിധ്യം മാത്രമല്ല, അവരുടെയൊക്കെ ജീവിതത്തിലെ എത്രയോ മണിക്കൂറുകൾ അവർ എനിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അഭിനന്ദനായ ചക്കാലക്കൽ പിതാവ് ഇന്ന് എൻ്റെയും നമ്മുടെയും നേതാവാണ്. കേരള സഭയുടെ അധ്യക്ഷനാണ്. കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനാണ്. കോഴിക്കോട് അതിരൂപതയുടെ അധ്യക്ഷനാണ്. സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് രൂപത അമ്മ രൂപതയാണ്. ഇവിടെ ഒരു കാനോനിക സംവിധാനവും സിറോ മലബാർ സഭയ്ക്കും മലങ്കര സഭയ്ക്കും ഇല്ലാതിരുന്ന കാലത്ത് സ്വന്തം കുടുംബത്തെ പോലെ നമ്മുടെ കൂട്ടായ്മകളെ എപ്പോഴും പരിലാളിച്ച് വന്നിരുന്ന ഒരു രൂപതയാണ് കോഴിക്കോട് രൂപത. അതിൻ്റെ വലിയ ഔദാര്യം ഇപ്പോഴും നിലനിർത്തുന്ന അതിരൂപത അധ്യക്ഷനാണ് അഭിനന്ദന ചക്കാലക്കൽ പിതാവ്. ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് ജനറോസിറ്റി. പിതാവ് നമ്മുടെ എല്ലാ ചടങ്ങുകളിലും സംബന്ധിക്കും. ഇനിയും തിരുവനന്തപുരത്ത് വരേണ്ടതാണ് എന്ന് എനിക്കറിയാം. അഭിനയ അലക്സ് പിതാവും ഞങ്ങൾ ഒരുമിച്ച് പൂന പേപ്പൽ സെമിനാരിയിൽ പഠിച്ചതാണ്. ഇന്ന് ശാന്തനായിരിക്കുന്നതേ ഉള്ളൂ. വലിയ ആർട്ടിസ്റ്റാണ്. നാടകം സംവിധാനം ചെയ്യാനും ഒക്കെയുള്ള പിതാവിൻ്റെ ഒരു വലിയ വൈദഗ്ധ്യം നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ഒരുമിച്ച് നാടകത്തിലൊക്കെ ചെറുതായി ഒക്കെ അഭിനയിക്കുന്നതിനൊക്കെ ഇടയായിട്ടുണ്ട്. എ മാൻ ഓഫ് ഗ്രേറ്റ് കമ്പാഷൻ ടു എവരി വൺ. ഔപചാരികതയൊന്നുമില്ലാതെ പിതാവെ അവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഞാനിന്ന് വൈകിട്ട് അങ്ങോട്ട് വരുന്നു, അവിടെ കിടക്കണമെന്ന് വിചാരിക്കുന്നു. മോസ്റ്റ് വെൽക്കം. അങ്ങനെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള പിതാവാണ് അലക്സ് പിതാവ്. പിതാവിനെ നോക്കി പഠിക്കാൻ വേണ്ടി പരിശുദ്ധ പിതാവ് അയച്ചേക്കുന്ന കൊച്ചു പിതാവാണ് ഡെന്നിസ് പിതാവ്. അദ്ദേഹം മാൾട്ടയിലാണ് ഏറ്റവും ഒടുവിൽ അപ്പസ്തോലിക് നുൻഷിയേച്ചറിലെ ശുശ്രൂഷ ചെയ്തത്. കണ്ണൂരിൽ അദ്ദേഹം വന്ന് പിതാവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നു. പിതാവിൻ്റെ വത്സല പിതാവ് ഉത്തമനായ ഒരു സഭാസ്നേഹിയാണ്. അവിടെ മാർപ്പാപ്പ തിരുമേനിയുടെ പ്രതിനിധി പ്രത്യേക സമ്മാനമൊക്കെ കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിതാവിൻ്റെ സാന്നിധ്യം ഞാൻ സന്തോഷത്തോടെ കാണുന്നു. പ്രിയപ്പെട്ട മക്കാരിയോസ് പിതാവ് പുത്തൂരിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് ഇവിടെ നിശബ്ദനായി ഇരിക്കുന്നതിനാണ്. ഒരു വാക്കും കുർബാനയ്ക്ക് ശേഷം മിണ്ടിയിട്ടില്ല. സംസാരം വേണ്ട എന്നാണ് പിതാവ് ശഠിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ വലിയ ആത്മബന്ധം ഞാൻ ഏറെ സന്തോഷത്തോടെ കാണുന്നു. ശ്രീ ഷൗക്കത്ത്, അതേക്കുറിച്ച് എന്താ പറയേണ്ടേ? ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ അതിൽ സിംഹഭാഗവുമുണ്ട്. സിറിൽ ബസേലിയോസ് പിതാവ് എന്നും ശ്രേയസ് എന്നും രണ്ട് വാക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും പറയുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ ബത്തേരി രൂപതയോട് വലിയ അടുപ്പം കാണിച്ചിട്ടുള്ള
ഒരു ജനപ്രതിനിധിയാണ് എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും ശ്രേയസിലെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് നല്ല ഉറപ്പായിരുന്നു. അതിൻ്റെ കോർഡിനേറ്റർ നമ്മുടെ ജോഷുവ കന്നിലേത്തച്ഛനായിരുന്നു. ഇപ്പോഴും ആ ബന്ധം അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ശ്രീ ഷൗക്കത്ത് നമ്മുടെ മാറിവാനിയസ് കോളേജിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ 5 MLA-മാർ മാറിവാനിയസ് കോളേജിൽ നിന്ന് പഠിച്ച് വന്നിട്ടുള്ളവരാണ്. നമുക്കത് വലിയ സന്തോഷമാണ്. വളരെ കരുതലോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും നന്മ വരുത്തട്ടെ. വ്യക്തിപരമായി അദ്ദേഹം എന്നോട് കാട്ടുന്ന സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ കാണുന്നു. എനിക്കൊരു ഭയം മാത്രമേ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ. ഇന്ന് വന്നതുകൊണ്ട് 22-ാം തീയതി തിരുവനന്തപുരത്ത് കാണുമോ ഇല്ലയോ എന്ന ഒരു സംശയം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിരിയിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം തീർച്ചയായും അവിടെ വരും എന്നുള്ളത്. ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനനായകന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ, അവരെല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കേരള സോഷ്യൽ ഫോറത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സാബാസ് അച്ഛൻ ഞങ്ങളുടെ അയൽക്കാരനാണ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാംഗമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരള സഭയുടെ സോഷ്യൽ വർക്കുകൾ വളരെ ഭംഗിയായി പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷം തരുന്നു. രൂപതയുടെ വികാരി ജനറൽമാർ ഒന്നിനായ സെബാസ്റ്റ്യൻ കീപ്പള്ളിലച്ഛൻ, ഒന്നിനായ ജേക്കബ് ഓലിക്കലച്ഛൻ, പ്രിയപ്പെട്ട ജോസഫ് ചരിവരയുടെ അച്ഛൻ തുടങ്ങിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺ തളിക്കുന്നേലച്ഛൻ, ഇവരെല്ലാവരും ചേർന്ന് ഈ ദിവസങ്ങളിൽ നൽകിയ വലിയ സ്നേഹത്തിനും കരുതലിനുമെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അഭിയതനായ ജോസഫ് മാർ തോമസ് പിതാവ് ഈ ക്രമീകരണങ്ങളുടെ എല്ലാം മാസ്റ്റർ ബ്രെയിനാണ്. പിതാവ് ഇന്ന് വെളുപ്പിനെ ഞാൻ വന്ന സമയം പറഞ്ഞാൽ 2 മണിക്കാണ് അരമനയിൽ തിരിച്ചെത്തിയത്. ഈ വലിയ സ്നേഹവും കരുതലും ഞാനേറെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി കാണുന്നു. ഭാരത സഭയുടെ ഉപാധ്യക്ഷനായി, കേരള കത്തോലിക്ക സഭയുടെ ഉപാധ്യക്ഷനായി, സെക്രട്ടറിയായി ഒക്കെ പിതാവ് നൽകുന്ന വലിയൊരു സേവനമുണ്ട്. അതെല്ലാം നമ്മുടെ സഭയ്ക്കും പൊതുസമൂഹത്തിനും നന്മ വരുത്തുകയാണ്. ഈ ദേശത്തെ പിതാവ് കാട്ടുന്ന മതസൗഹാർദ്ദത്തിൻ്റെ നല്ല അടയാളങ്ങൾ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് തന്നെയാണ്. പിതാവിൻ്റെ ശുശ്രൂഷ എല്ലാ മനുഷ്യർക്കും ഉപകരിക്കുന്നതിന് ഇടയാകട്ടെ. ഇവിടെ ഒരു കാലത്ത് ആനയും കടുവയും ഒക്കെ ഇറങ്ങി മനുഷ്യരെല്ലാം ഇവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ 2 പുതിയ കോളേജ് ഇവിടെ സ്ഥാപിച്ചത്. അന്നത്തെ ജനപ്രതിനിധിയോട് ഞാൻ അന്നത്തെ പൊതുയോഗത്തിൽ പരസ്യമായി അന്നത്തെ MP-യോട് ഞാൻ പറഞ്ഞു, ഏത് ആന വന്നാലും കടുവ വന്നാലും ഈ രൂപത ഈ ജനങ്ങളോടൊപ്പം ഈ മണ്ണിലുണ്ടാകും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇവിടെ ആരംഭിച്ച ഈ കോളേജ് എന്ന്. നമ്മളിവിടം വിട്ടുപോകാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ ജനങ്ങളുമായുള്ള ബന്ധമാണ്. സിറിൽ ബസേലിയോസ് ബാവാതിരിമേനി നൽകിയ അതിശക്തമായ ഒരു മനുഷ്യബന്ധത്തിൻ്റെ അടിത്തറ ഈ പ്രദേശത്ത് സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ ആവില്ല. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇടം നൽകുന്ന സഭയുടെ ഒരു ശുശ്രൂഷ, ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നതിനപ്പുറത്ത് നാം ഒരു കുടുംബമാണെന്നും നാം സ്വന്തത്തിൽപ്പെട്ടവരാണെന്നുമുള്ള തികഞ്ഞ അവബോധം സൃഷ്ടിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പകർന്നു നൽകുന്ന ഒരനുഭവം. നമ്മുടെ ഭദ്രാസനം ഏറെ ശക്തമായി മുൻപോട്ട് പോകട്ടെ. ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. തെക്കേ ഇന്ത്യയിൽ
ഏറ്റവും ശക്തമായി അറിയപ്പെടുന്ന, ഭാരതം മുഴുവൻ അതിൻ്റെ ദർശനത്തിലും അതിൻ്റെ പ്രവർത്തന മികവിലും അറിയപ്പെട്ടു വന്നിരുന്ന ശ്രേയസ് എന്ന വലിയ ജനമുന്നേറ്റം ദേശത്ത് വരുത്തിയിട്ടുള്ള ഗുണപരമായ മാറ്റങ്ങൾ, വളർച്ച, അത് അതുല്യമാണ്. വന്ധ്യനായ ജോസ് പാലക്കാട്ടേലച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട എൽദോച്ചൻ, പ്രിയപ്പെട്ട മറ്റമനയച്ചൻ, ലൂയിസ് അച്ഛൻ, ആരുടെയെങ്കിലും പേര് വിട്ടുപോകുമെന്ന് എനിക്കൊരു ഭയമുണ്ടതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ഡേവിഡ് അച്ഛൻ, അതിശക്തമായ മുന്നേറ്റം, എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്താൻ. അതാണ് നമ്മുടെ സമുദായ ബോധം. നമ്മുടെ പള്ളിയിൽ തനിയെ ഇരുന്ന് നമ്മൾക്ക് സ്വന്തം ജയ് വിളിച്ച് തിരിഞ്ഞു പോകുന്നതല്ല യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന ഐക്യബോധം. എല്ലാവരെയും ചേർത്ത് നിർത്തി നാം ഒരു കുടുംബമാണെന്ന് പറയുന്ന സുവിശേഷത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാമർഥ്യം കാണിച്ചും നാം തളർന്നു പോയവരാണ്. ഇനി അതിന് ആവശ്യമില്ല. ഒരു ജനതയായി മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സാധിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന അടയാളങ്ങൾ ഇന്ന് കുറവാണ്. ഒരുമിച്ച് മുന്നേറാൻ സാധിക്കുമെന്ന് ശക്തമായ അടയാളം കൊടുക്കാൻ കെൽപ്പുള്ള ഒരു ബഹുജന മുന്നേറ്റമാണ് ബത്തേരി ഭദ്രാസനത്തിൻ്റെ ശ്രേയസ് എന്ന സാമൂഹിക പ്രതിബദ്ധതാ കേന്ദ്രം. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് ശക്തിയോടെ മുൻപോട്ട് പോകേണ്ട കാലമാണ്. കുറച്ച് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു ജനത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന, സങ്കുചിത ഭാവങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു വലിയ മുന്നേറ്റം ചരിത്രത്തിൽ ഈ മണ്ണിൽ നമ്മുടെ ദാർശനികനായ പിതാവ് സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തീക്ഷ്ണമായി പ്രവർത്തിക്കാം. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇന്നലെയും ഇന്നുമായി ക്രമീകരിക്കപ്പെട്ട ഈ അനേക മണിക്കൂറുകളിലെ ദീർഘമായ ശുശ്രൂഷകൾ, എനിക്കിന്ന് 12 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തേണ്ടതുണ്ട്. എങ്കിലും അഭിനന്യ പിതാവ് തോമസ് പിതാവിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു പരിപാടിയൊന്നുമില്ല. പിതാവ് വരുന്നു, കുർബാന ചൊല്ലുന്നു, അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ഒരു 10 മിനിറ്റ് വർത്തമാനം പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉടനെ പിതാവിനെ വിടുന്നു. ആദ്യമൊക്കെ ഞാനിത് വിശ്വസിച്ചിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു 15 പരിപാടിയെങ്കിലും ഇതിനിടയിൽ ഇന്ന് അത്ര സമയം പിതാവ് 2 മണിക്ക് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. എപ്പോഴുമുള്ള ഒരു കരുതലും സ്നേഹവും, നമ്മുടെ ജനങ്ങൾ ഇത്രയും പേര് ഈ വൈകിയ വേളയിൽ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകളുണ്ട്. നന്മ ചെയ്യുന്നതിന് ഇനിയും മനുഷ്യന് കരുത്തുണ്ട് എന്ന് ലോകത്തോട് പറയുന്ന നിമിഷങ്ങളാണ്. 25 വർഷം ഞാൻ മെത്രാനായി എന്നത് 24 വർഷം മെത്രാനായി, അടുത്തത് 26ാമത്തെ വർഷം ദൈവം അനുവദിച്ചാൽ പോകും. അപ്പോൾ 25 എന്നുള്ളതിന് പ്രത്യേകിച്ച് അതിമാനുഷികമായ ശക്തിയൊന്നുമില്ല. പക്ഷേ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതൊരു അടയാളപ്പെടുത്തപ്പെട്ട വർഷമെന്നേ ഉള്ളൂ. അല്ല, പഠിപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ഇനിയും ശക്തി ചോർന്നു പോയിട്ടില്ല ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ, പൊതുസമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഇവിടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് മുമ്പ് കർണാടകത്തിലെ ബഹുമാന്യനായ മന്ത്രി KJ ജോർജിനെ കണ്ട സമയത്ത് ചെറിയാച്ചൻ മന്ത്രി ജോർജിൻ്റെ വലിയ ഒരു സ്നേഹിതനാണ്. ഞാനത് പറഞ്ഞു, ഞങ്ങൾക്കൊരാവശ്യമുണ്ട്. ഞാൻ കേരളത്തിലെ ഒരു മന്ത്രിയോടും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരാവശ്യമുണ്ട്. ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്ത ആളാണ്. ഞങ്ങൾക്ക് ഈ രാത്രി സഞ്ചാരം ഞങ്ങളെ നിരോധിച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ലാത്ത, വീട് തടങ്കലിലാക്കപ്പെട്ട അവസ്ഥയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി പുതിയ മന്ത്രിസഭ വരട്ടെ, ഒരു പ്രയാസവുമില്ല, ഒരുമിച്ചിരുന്ന് ഈ കാര്യം ചർച്ച ചെയ്യും.
അത് ചർച്ച ചെയ്യാൻ സാധ്യമല്ലാതിരുന്ന ഒരു അവസരമുണ്ടായിരുന്നു. എന്നാൽ ഒരു പുതിയ കാലം അത് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഒരവസരം നമുക്ക് ഒരുക്കി ഇരുന്ന് ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയും. നമ്മൾ നിസ്സാരമല്ല, നമ്മളിൽ നിന്ന് വളരെ ദൂരെയായ ഒരു സ്ഥലമാണ് വയനാടും മുത്തങ്ങായും ഒക്കെ, അതുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. വളരെ കെടുതി, വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതിനകത്ത് ധാരാളം പരിഹാര മാർഗമുണ്ട്. എലവേറ്റഡ് റോഡ് എന്ന് പറയുന്നത് നഗരത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നന്മ ചെയ്യുന്നതിന് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമായിരിക്കുന്നു എന്നുള്ളതൊന്നും ഒരു തടസ്സം അല്ല എന്ന് നാം തിരിച്ചറിയുക. സങ്കുചിതമായ ഭാവം വിട്ടാൽ മാത്രം മതി. ഒരു ക്രൈസ്തവ പുരോഹിതനായി എനിക്ക് ഏതൊരാളിനോടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടുണ്ട്. കർത്താവ് നൽകിയത് നമ്മളെന്തിനാ അത് മറച്ചു വയ്ക്കുന്നത്? വി ക്യാൻ ടോക്ക് ടു എനിവൺ, എനി ഐഡിയോളജി, ആൻഡ് വി ക്യാൻ ഹാവ് പോസിറ്റീവ് സൊല്യൂഷൻസ്. സാധ്യമല്ലെന്ന് ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞത് സംസാരിക്കണമെന്നാണ്, സംസാരിക്കരുതെന്നല്ല, സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളോട് ആശയത്തിൽ ചേരുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് സംസാരിക്കാതെ ഇരിക്കുന്നതാണ് ബുദ്ധി എന്ന്. അബദ്ധമാണ്, മൗഢ്യമാണ്. സംസാരിച്ചെങ്കിൽ മാത്രം. ഈ ഭാരത മണ്ണിൽ RSSൻ്റെ ലീഡർ ശ്രീ മോഹൻ ഭാഗവതുമായി, അത് സുദർശനുമായി ക്രൈസ്തവ മേലധ്യക്ഷന്മാരിൽ ആദ്യം പരസ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിറിൽ ബസേലിയോസ് ബാവ തിരുമേനിയാണ്. അദ്ദേഹം പറഞ്ഞു, വി ക്യാൻ ഹാവ് ഡയലോഗ്. സംസാരിക്കാത്ത സമൂഹം അത് പുരോഗമിക്കുകയിൽ. ഒരുപാട് വിമർശനങ്ങൾ വന്നു. പിതാവ് പറഞ്ഞു, സംസാരിക്കാതെ നമ്മളെ എങ്ങനെ അവരറിയും? അവർ സംസാരിക്കാതെ അവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? മനസ്സിലാക്കുന്നത് വഴി മാത്രമേ ഒരുമിച്ച് മുന്നേറാൻ കഴിയുകയുള്ളൂ. നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ വലിയ ഒരു ദാർശനികൻ നമ്മെ വഴി നടത്തിയ ഒരു ഭദ്രാസനത്തിൽ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ we have all the right to follow the insights and we have the obligation to fulfill his dream. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി നമുക്ക് തുടരാം. എനിക്ക് നൽകിയ സമ്മാനങ്ങൾ, വീര പഴശ്ശിരാജായുടെ പേരിൽ നൽകിയ ഈ ഒരു സമ്മാനം, അത് തീർച്ചയായും എനിക്ക് അഭിമാനം തരുന്നതാണ്. ഇത് ഓഫീസിൽ ഞാനിത് സൂക്ഷിക്കുന്നതുമാണ്. കാരണം ഇതൊരു സാധാരണ അവാർഡല്ല, വീര പഴശ്ശി രാജായുടെ പേരിലുള്ളതാണ്. പഴശ്ശിരാജ കോളേജ് നമ്മുടെ കോളേജാണെന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കാറില്ല. അപ്പോൾ ഞാൻ പറയും, പഴശ്ശി കോളേജ് മാത്രമല്ല, ഗുരുദേവ് കോളേജും ഞങ്ങളുടേതാണ്. ഇനി നിങ്ങൾക്ക് പലർക്കും അറിയില്ലെങ്കിൽ, ടെമ്പിൾ എൻട്രി മെമ്മോറിയൽ സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ തിരുവനന്തപുരത്തുള്ള ഒരു സ്കൂളാണ്. ടെമ്പിൾ എൻട്രി മെമ്മോറിയൽ സ്കൂൾ, ക്ഷേത്രപ്രവേശന സ്മാരക സ്കൂൾ നമ്മുടെ മാനേജ്മെൻറ്റിൽ, നമ്മുടെ സഭയുടേതാണ്. അതൊക്കെ നമുക്ക് നൽകുന്ന തുറവി ചെറുതല്ല. ധർമ്മപീഠവും ഗുരുകുലവും ഒക്കെ അന്യമല്ല. നമുക്ക് ദേശത്ത് നന്മ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാം. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെല്ലാവരും ഇന്ന് വന്ന് ദീർഘമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നോടൊപ്പം സഞ്ചരിക്കുവാൻ മനസ്സുണ്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വീണ്ടും നിങ്ങൾ മന്ത്രിച്ചതിന് ഞാൻ നന്ദി പറയും. 67 വയസ്സ് ആയിട്ടുണ്ട്. അലക്സ് പിതാവിനെയും എന്നെ ഒന്ന് മാറി മാറി നോക്കിക്കേ. എന്തൊരു ശോഭ അല്ലേ, എന്തൊരു വ്യത്യാസം. മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ പ്രായത്തിൽ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അലക്സ് പിതാവിൻ്റെ പോലെ ദൈവമേ ഞങ്ങളുടെ പിതാവിൻ്റെ മുഖമാക്കി കൊടുക്കണമെന്നല്ല, സുവിശേഷത്തിൻ്റെ കാഴ്ചകൾ കാണാൻ ഇനിയും അനുഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് നന്മ ചെയ്യണം, പുരോഗമിക്കണം, നന്മയിൽ മുന്നേറണം. ഇവിടെ 2 ആദിവാസി കുഞ്ഞുങ്ങൾക്ക് 2 ഭവനം പണിയുന്ന കാര്യമാണ്. ഇവിടെ
ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചത്. കോളിയാടി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ മറ്റേ കുട്ടി പുൽപ്പള്ളിയിലാണെന്ന് തോന്നുന്നു. 2 സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ്, ആദിവാസി കുടുംബങ്ങളിലെ കുട്ടികളാണ്. എത്രയോ കുടുംബങ്ങൾ ഈ ഭദ്രാസനം വഴി മെച്ചപ്പെട്ട രീതിയിൽ, ഈ 40ഓളം ഭവനങ്ങൾ നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകുമ്പോൾ വലിയ അഭിമാനമാണ്. അവസാനിപ്പിക്കട്ടെ, ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ മറുപടി പറയും. 2336 കുടുംബങ്ങളിലെ മക്കളും മാതാപിതാക്കളും അവർക്ക് ലഭിച്ച വീടിൻ്റെ താക്കോൽ കൈകളിലേന്തി നിൽക്കുന്ന ഒരു കാഴ്ച സമ്മാനിക്കുന്ന ആ ഹൃദയസ്പർശിയായ അനുഭവത്തേക്കാൾ എൻ്റെ ശിരസിൽ പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ തിരുമേനി അണിയിച്ച കർദിനാളിൻ്റെ തൊപ്പിയേക്കാൾ മനോഹരമായ കാഴ്ചയായി ഞാനതിനെ കാണുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.